ഹലോ അസ്സലാമു അലൈക്കും. നല്ല അടിപൊളി പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത്. എണ്ണയിലൊന്നും വറുത്ത് കോരാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിവിടെ 7 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും, ഒരു അരക്കപ്പ് അണ്ടിപ്പരിപ്പും, അരക്കപ്പ് മുന്തിരി, 1 ടീസ്പൂണ് കരിഞ്ജീരകം, 1 ടീസ്പൂൺ എള്ളും, കറുത്ത എള്ളുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള അത്യാവശ്യത്തിനുള്ള മൈദ. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ നമുക്ക് ആദ്യം ഉണ്ടാക്കാം. നമ്മളിവിടെ 2 കപ്പ് മൈദയ്ക്ക് ആവശ്യത്തിൽ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു കോഴിമുട്ടയും ചേർത്തിട്ട് നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കാം. അത്യാവശ്യം തിന്നായിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ദോശ ചുട്ടെടുക്കാൻ. പിന്നെ 2 ഭാഗം അത്യാവശ്യം വേവുന്ന രീതിയിൽ മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മളൊരു 10 ലെയറാണ് കേട്ടോ ഈ ഒരു പാൽപ്പത്തിരിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്ര ലെയറിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ദോശ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള മിൽമയുടെ നെയ്യ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെയ്യ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കരിഞ്ജീരകം അതുപോലെ കറുത്ത എള്ളും ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ബാക്കിയുള്ള മിക്സസ് ചേർക്കാം. അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 7 കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് മധുരം ചേർക്കാം. നമ്മളിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാനില എസൻസോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ പഞ്ചസാര മധുരം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പാനിൽ സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ദോശയായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഓരോ കയ്യിൽ ഈ മിക്സ്, അതായത് ഈ തേങ്ങാപ്പാലിൻ്റെയും എഗ്ഗിൻ്റെ മിക്സ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിതൊരു 10 ലെയർ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇടയിൽ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ബൈറ്റ്സ് കിട്ടുന്ന പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണേ. അങ്ങനെ ലേയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവസാനം ബാലൻസ് വന്നിട്ടുള്ള നമ്മുടെ ആ എഗ്ഗിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് നമുക്കിതാ ഇതുപോലെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ മേലെ വെക്കാനായിട്ട്, അതുകൂടെ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് വൈറ്റ് വെള്ള എള്ള ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ കാണാനും രസമാണ് കേട്ടോ. കഴിക്കാനും അത്യാവശ്യം ടേസ്റ്റാണല്ലോ. എള്ളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ മേലെ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ. അപ്പോൾ നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ റിവ്യൂ നമ്മൾ അറിയിക്കണേ.